കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാടകയാത്ര ഇന്ത്യ സ്റ്റോറി കോഴിക്കോട് പര്യടനം തുടങ്ങി. ഉത്തരമേഖലാ ജാഥയാണ് കോഴിക്കോട് എത്തിയത്. സമകാലീന രാഷ്ട്രീയ, സാമൂഹ്യ, പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന നാടകയാത്ര കോഴിക്കോട്ടെത്തി. നമ്മളടക്കം ഭൂമിയിലെ എല്ലാ ജീവരൂപങ്ങൾക്കും നിലനിൽക്കാനുള്ള ഒരിടമല്ലേ? എന്തൊക്കെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിന്റെ ദുരന്ത ഫലങ്ങളെ നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഇന്ത്യ സ്റ്റോറി എന്ന നാടകം സംവിധാനം ചെയ്തത് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ MS അരവിന്ദാണ്. ഈ നാടകയാത്രയുടെ സന്ദേശം എന്ന് പറയുന്നത് പ്രധാനമായും ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ, ഭരണഘടനയും മതേതരത്വ മൂല്യങ്ങളും ജനാധിപത്യവും ഒക്കെ അട്ടിമറിപ്പെടുത്തപ്പെടുന്ന വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തെ പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകൊണ്ട് ഒരു നവകേരള സങ്കല്പം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. നാടകയാത്രയ്ക്ക് പരിഷത്ത് കോഴിക്കോട് കോർപ്പറേഷൻ മേഖലയുടെ ആഭിമുഖ്യത്തിൽ എരഞ്ഞിക്കൽ അമ്പലപ്പടിയിൽ സ്വീകരണം നൽകി. പ്രൊഫസർ K. പാപ്പൂട്ടി ഉദ്ഘാടനം ചെയ്തു. ഇറാനിൽ നിന്നുള്ള വ്യാപാരികളാണ് സിന്ധു നദിയുടെ ഇപ്പുറമുള്ള പ്രദേശത്തെ ഇന്ത്യ എന്ന് വിളിച്ചത്. സിന്ധു നദി ഒഴുകുന്ന പ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് അവർ ഇന്ത്യയെ കണ്ടത്. ഇന്ത്യയിൽ പ്രാചീന കാലത്തുള്ള ഒരു രാജാക്കന്മാരും ഇന്ത്യയെ മുഴുവനായിട്ട് ഭരിച്ചിട്ടില്ല. സ്വാഗത സംഘം ചെയർമാൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ നാടകയാത്രയെ സ്വീകരിച്ചു. കോർപ്പറേഷൻ കൗൺസിൽ EP സഫീന, പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി N. ശാന്തകുമാരി, ജില്ലാ കമ്മിറ്റി അംഗം C. പ്രേമരാജൻ, കൺവീനർ P. പ്രിയേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഉത്തരമേഖലാ ജാഥ ഫെബ്രുവരി 11 അവസാനിക്കും. ACV ന്യൂസ് കോഴിക്കോട്.